പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നമുക്ക് പുനർജീവൻ നൽകുന്ന ഒന്നാണ്. തകർന്നു പോകുമ്പോൾ, തളർന്നു പോകുമ്പോൾ ദൈവം നമ്മെ കൈപിടിച്ച് ഉയർത്തുന്നത് നമുക്ക് ദൈവവചനം വായിക്കുമ്പോഴും ദൈവവചനം അറിയുമ്പോഴും ദൈവവചനത്തിൽ ജീവിക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ തകർന്നു പോയ സാഹചര്യങ്ങളെ വീണ്ടും പുനരുദ്ധരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പഠിക്കുന്ന വചനം ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 14-ാമത്തെ വചനമാണ്. ദ ബുക്ക് ഓഫ് ദ പ്രോഫറ്റ് ആമോസ് ചാപ്റ്റർ 9:14. അതിങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ, അതായത് അവിടെ എൻ്റെ പേര് ചേർത്ത് വായിച്ച്, എൻ്റെ മകനായ, എൻ്റെ മകളായ പേര് ചേർക്കുക. നിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. തകർന്ന നഗരങ്ങൾ ഞാൻ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും. മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞ് കുടിക്കും. നോക്കിയേ, അപ്പം ഒരു കാര്യം കൂടെ ഉണ്ട്. 4 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം കർത്താവ് വീണ്ടും നൽകും. നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. അപ്പം എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും. ഞാനും നിങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ മുകളിൽ കയറി നിൽക്കാനായിട്ട്, അതായത് തിരിച്ച് ആ ഐശ്വര്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. 3-ാമത്തെ കാര്യം, മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞ് കുടിക്കും. പിന്നെ പറയുന്നതാണ്, അവർ തോട്ടങ്ങൾ ഉണ്ടാക്കി ഫലങ്ങൾ ആസ്വദിക്കും. ഫലം ആസ്വദിക്കും. അവർ തോട്ടങ്ങൾ ഉണ്ടാക്കി ഫലം ആസ്വദിക്കും. I will restore the fortunes of my people Israel. I will restore the fortunes of my people Israel, and they shall rebuild the ruined cities and inhabit them. They shall plant vineyard and drink their wine, and they shall make gardens and eat their fruit. അപ്പോൾ തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അതിൽ വസിച്ച് നമ്മുടെ ഐശ്വര്യം തിരികെ നൽകുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം എല്ലാ ദിവസവും. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ നൽകുവാൻ ദൈവമേ എൻ്റെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിക്കും.